പയ്യന്നൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ജനപ്രതിനിധിയാണ് ശ്രീ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അദ്ദേഹം ഇതുവരെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് ഇവിടെ. മധുവേട്ട, രാഷ്ട്രീയത്തിലേക്ക് എത്താൻ എന്താണ് താങ്കളെ പ്രേരിപ്പിച്ച ഘടകം? വളരെ സ്കൂളിൽ പഠിക്കുന്ന വളരെ ചെറുപ്പത്തിൽ അടിയന്തരാവസ്ഥയുടെ ഒരു കാലത്താണ് ബാലസംഘം അന്ന് ഞങ്ങളുടെ നാട്ടിലെ കേളോത്തായിരുന്നു ഞാൻ വളർന്ന സ്ഥലം. ജനിച്ചത് കണ്ടോത്താണെങ്കിലും പൂർണ്ണമായിട്ട് കേളോത്ത് ജനിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കേളോത്ത് എന്ന് പറയുന്നത് പഴയകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ, ഞങ്ങൾക്കൊക്കെ വഴികാട്ടികളായിട്ടുള്ളവർ എപ്പോഴും ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവരെ ബന്ധപ്പെടുകയും സ്നേഹിക്കുകയും കൂട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ളൊരു അനുഭവമുള്ളൊരു സ്ഥലമാണ്. ആ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ചെറുപ്പത്തിൽ ബാലസംഘമായി, പിന്നെ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് ബാലസംഘത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആവുന്നത്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ബാലസംഘത്തിൻ്റെ വില്ലേജ് സെക്രട്ടറി ആയി. എനിക്ക് അന്നേരം ഇതിൻ്റെ സംഘടന ഇതൊന്നും അറിയായിരുന്നില്ല. പക്ഷേ എന്നെ അങ്ങനെ ഒരു ചുമതലയിലേക്ക് നിയോഗിച്ചു. അതും കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പ് ബാലസംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറി ആയി. അന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഉള്ള പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഏരിയ എന്ന് പറയുന്നത്. പിന്നീടാണത് ജില്ല മാറി പിന്നെ പ്രദേശം കുറേ കൂടി ചെറിയ വൃത്തത്തിലേക്ക് വരുന്നത്. ഞങ്ങളൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. ആ നിലയിലാണ് പിന്നെ ഇതൊരു വല്ലാത്ത താല്പര്യമുള്ളൊരു മേഖലയായിട്ട് മാറി. മറ്റൊന്നും ആലോചിക്കാതെ വിദ്യാർത്ഥി ജീവിതത്തോടൊപ്പം ഈ സംഘടനാ ജീവിതത്തിലൂടെയും മുന്നോട്ടേക്ക് പോയത്. അതിന് എത്രയോ ആളുകൾ പ്രോത്സാഹനമായിട്ടുണ്ടായിട്ടുണ്ട്. പഴയകാല നേതാക്കന്മാർ അവരെല്ലാം ഒരർത്ഥത്തിൽ കൈപിടിച്ച് നടന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ആ നിലയിലാണ് വളരെ കുട്ടിക്കാലം മുതൽ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി, പിന്നീട് SFI ആയി, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി, വില്ലേജ് സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ്, ഇത്രയും ഒരു പടിയായിട്ട് തന്നെ കയറി വന്നിട്ടുള്ളതാണ് ഞാനടക്കമുള്ളവർ. ഞാൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു കേളോത്ത്. ആ ഒരു ഘട്ടത്തിലാണ് അവിടെ പാർട്ടിക്കൊരു ഓഫീസ് ഉണ്ടായത്. പിന്നീട് ലോക്കൽ സെക്രട്ടറി ആയി. സത്യത്തിൽ അതിലൊരു നിയോഗമാണ്. ലോക്കൽ കമ്മിറ്റിക്ക് ഒരു സ്വന്തമായിട്ട് ഓഫീസായി. പിന്നീട് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏറ്റവും പ്രാദേശിക, ഏറ്റവും അടിത്തറയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ളതിൻ്റെ അനുഭവങ്ങളോട് കൂടിയിട്ടാണ് ഈ കാലം മുഴുവനും രാഷ്ട്രീയത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത്. അന്നും ഇന്നും വഴികാട്ടികളായിട്ടുള്ള എത്രയോ മുതിർന്ന ആളുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. അവരോടെല്ലാം പലപ്പോഴും ഞങ്ങൾക്ക് തർക്കിക്കാറുണ്ട്. അത് അവരിലുള്ള ഒരു ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും അവർ നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വേറെ ആരും എങ്ങളുമായിട്ട് ഇങ്ങനെ തർക്കിക്കാൻ പറ്റില്ലല്ലോ. വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തർക്കമല്ല, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരെല്ലാം പഠിപ്പിച്ചിട്ടുള്ളൊരു സംഘടന കണിശതയിലൂടെയാണ് ഞങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാവരുടെയും സഹായവും എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോകുന്നത് കൊണ്ട് തന്നെയാണ് പയ്യന്നൂരിൽ ഞങ്ങളൊക്കെ പോലുള്ളവർ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഈ ശക്തി കേന്ദ്രത്തിലെ പ്രവർത്തകരായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നടന്നു വന്നിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു യാത്ര. കുടുംബത്തിൽ പ്രതികൂലമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ പഴയ കരുവള്ളൂർ സമരത്തിലൊക്കെ പ്രതിയായിട്ടുള്ള, വലിയ നിലയിൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള അമ്മാവന്മാരുടെ ഒരു അനുഭവ സമ്പത്തുള്ള ആളാണ് എൻ്റെ അമ്മ. ഇരട്ടൻ ചെരുവണ്ടനും ഇരട്ടൻ ചന്ദ്രശേഖരനും രണ്ടുപേരും നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തെ പാർട്ടി നേതാക്കന്മാരായിരുന്നു. അവരുടെ വഴിയിലൂടെയാണ് അമ്മയുടെ കുടുംബം. അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും എല്ലാ കാലത്തും ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പവും അച്ഛൻ്റെ പ്രവർത്തന മേഖലയായിട്ടുള്ള റെയിൽവേയിലെ യൂണിയൻ പ്രവർത്തനങ്ങളുടെ രംഗത്തും അവരുടെ എല്ലാം ഏറ്റവും വലിയ സഹായമൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള
ഒരു ആളാണ്. അങ്ങനെയുള്ളൊരു ബന്ധം, ആ ഒരു ബലം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിലിങ്ങനെ പോകുന്നതിനും വലിയ നിലയിൽ തടസ്സമില്ലാതെ എപ്പോഴും അച്ഛനിങ്ങനെ ഒരു വരുമാനമൊക്കെ ഉള്ള ആളായതുകൊണ്ട് അച്ഛൻ്റെ വരുമാന സ്രോതസ്സൊക്കെ പലപ്പോഴും ഞങ്ങൾക്ക് സഹായകവുമായിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു പെങ്ങൾ ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു. ഒരു അപകടത്തിൽ അവർ നഷ്ടപ്പെട്ടതാണ്. അവർ ആയിരുന്നു ഞങ്ങളെയൊക്കെ ഒരു വഴികാട്ടി എല്ലാ കാര്യത്തിലും. സാമ്പത്തികമായിട്ട് പോലും ഒരു രീതിയിലും പ്രയാസം അനുഭവിക്കരുത് എന്നുള്ള നിലയിൽ അവർ കരുതലോടുകൂടി ഞങ്ങളൊക്കെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അമ്മ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഗൃഹസ്ഥയായിട്ടുള്ള ഒരു അമ്മയാണ്. വളരെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്, ഞങ്ങളൊരു കൊലക്കേസിൽ പ്രതിയാക്കി വീട്ടിൽ പുലർച്ചെ വീട് വളഞ്ഞ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതെല്ലാം കണ്ട അന്തം വിട്ട് ബോധം കെട്ട് വീഴുന്ന ഒരു അമ്മയുടെ ഒരു ചിത്രമുണ്ട്. അമ്മക്ക് അങ്ങനെയൊക്കെയുള്ളൊരു വളരെ പിന്നെ ഇങ്ങനെയുള്ള വലിയ വെല്ലുവിളികളൊന്നും പലപ്പോഴും അമ്മയ്ക്ക് അഭിമുഖീകരിക്കുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് പ്രശ്നമാണ്. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ അതുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളൊരു കുടുംബമാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭാര്യ GSTയുടെ ജോയിൻറ്റ് കമ്മീഷണറാണ്. ഇപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സീനിയറായിട്ടുള്ളൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥയാണ്. 5-6 ജില്ലകളുടെ ചുമതലയുള്ള ഒരാളാണ്. ഒറ്റ മോളാണ് എനിക്ക്, നിരഞ്ജന. അവൾ പിന്നെ ഡോക്ടർ PG കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി. അവളുടെ ഭർത്താവ് അരുൺ എൻജിനീയറാണ്. ഏതൻ എന്ന പേരിലുള്ളൊരു 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മുത്തശ്ശനാണിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ആ ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ. അതുപോലെ ഇപ്പം രാഷ്ട്രീയ ജീവിതത്തിൽ മധുവേട്ടൻ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണ്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം പൂർത്തീകരിച്ചു, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ മേഖലയായിരുന്നു? നമ്മളിപ്പോൾ ഒരു പാർട്ടിയിൽ പരിപാടി തീരുമാനിച്ച് അത് നമ്മളെല്ലാം മനസ്സിൽ അതിനൊരു രൂപം ഉണ്ടാക്കും. അതെങ്ങനെയാണ് ഏറ്റവും നന്നായി ഏറ്റവും ആകർഷകമാക്കാൻ വേണ്ടി പറ്റുക. അത് ഇപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം പയ്യന്നൂർ നടന്നു കുറേ മുമ്പ്. എൻ്റെ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ ഞാനായിരുന്നു. ചെയർമാൻ C കൃഷ്ണനായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സമ്മേളനമായിട്ടത് മാറി. അതിനുവേണ്ടി നമ്മളെടുത്തിട്ടുള്ള എത്രയോ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യും. നമ്മളെല്ലാം ഒരു സ്വഭാവം അങ്ങനെയാണ്. നമ്മളെ പഴയ നേതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്നൊരു സംതൃപ്തിയാണ് ഏറ്റവും വലിയ സന്തോഷം. അത് പാർട്ടി പ്രവർത്തനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ നേരിടുന്ന വെല്ലുവിളി തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങളുടെ വേട്ടയും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, കുടുംബം, നമ്മുടെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ ഇപ്പോൾ പലയിടങ്ങളിലും പോകുമ്പോൾ അവരുടെ എല്ലാം പിന്നെ ഉള്ളിൽ ഈ വന്നിട്ടുള്ള വാർത്ത, ഇങ്ങനെ രക്തസാക്ഷി ഫണ്ട് പൊട്ടിച്ചു മറ്റേതൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത വരുമ്പോൾ അവരിൽ തന്നെ എന്തൊരു സങ്കടം ഉണ്ടാക്കുന്നുണ്ടെന്നില്ല ഞങ്ങൾ പല സ്ഥലത്തും പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? അപ്പോൾ വേട്ടയാടുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതിന് പാർട്ടിയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ വേട്ടയാടുക എന്നുള്ളത് കണ്ടുകൊണ്ട് പോകുമല്ലാതെ വേറെ അനുഭവിച്ച് തീർക്കുമല്ലാതെ വേറെ വഴിയില്ലല്ലോ. ചില ആളുകൾക്ക് അതൊരു രസമാണ്. ഒരാളെ വേണം ഇല്ലാതാക്കാൻ പറ്റുമോ, അവരെ പിന്നെ നശിപ്പിക്കാൻ പറ്റുമോ, അത് ചില താല്പര്യങ്ങളാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ളത് തന്നെയാണ്. അത് ഇടതുപക്ഷ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുന്നതിന് മറ്റൊരു വഴിയുമില്ല. അപ്പം എന്താ വഴി? അതിന് മുന്നിൽ നിൽക്കുന്നവരെ ഇല്ലാതാക്കുക. അത് കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊക്കെ നേരിടുന്നത് എത്ര ചെറിയ കാര്യമാണ്. അതിനെ അഭിമുഖീകരിക്കല്ലാതെ ഓരോ വഴിയില്ലല്ലോ. അതിന് പാർട്ടി സഖാക്കളും പ്രത്യേകിച്ച് കുടുംബവും അവരനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ അവിടുന്ന് ഒരു തവണ കോഴിക്കോട് അവരുടെ ഓഫീസിന് മുമ്പിൽ ചില സംഘടനകൾ പോയിട്ട് സമരം നടത്തി. മുഴുവൻ ചീത്ത എന്നെയായിരുന്നു. എന്നെ പറ്റിയിട്ടാണ്
അവർ മുദ്രാവാക്യവും കാര്യങ്ങളും പ്രസംഗമല്ല. ലക്ഷ്യം വെക്കുന്നത് ഭാര്യ ആയതുകൊണ്ട് അവളെയാണ്. കുറച്ച് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിന് നമുക്ക് കരുത്ത് നൽകുന്നത് പാർട്ടിയുടെ പിന്തുണ, ജനങ്ങൾ നൽകുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം ജനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വലിയ പ്രചരണം വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടാവില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ആലോചിക്കുക. അതെല്ലാം നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നേരിട്ട് പോവുക എന്നുള്ളതല്ലേ, വേറെ വഴിയില്ലല്ലോ. നമ്മൾക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയതല്ലേ ഇത്. അപ്പോൾ മധുവേട്ടൻ ഇപ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ഏതാണ്ടൊരു നമ്മളൊരു ഈ 5 വർഷം ഒരു 1200 കോടിയുടെ വർക്ക് നമ്മുടെ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്, വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ. ഓരോന്നിൻ്റേതിനനുസരിച്ചിട്ടുള്ള പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് പോകുക എന്ന് പറയുമ്പോൾ കുറച്ച് പ്രയാസമല്ലേ. കാരണം അത് ഓരോ മേഖല തിരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആരോഗ്യ മേഖല, റവന്യൂവിൻ്റെ മേഖല. ഇപ്പോൾ ഒരാൾക്ക് പട്ടയം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷമല്ലേ ഏറ്റവും വലിയൊരിത്. അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ ഈ 5 വർഷം നമ്മുടെ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 650 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി കിട്ടിയിട്ടുണ്ട്. വളരെ വിഷമം അനുഭവിക്കുന്ന രോഗാവസ്ഥയിലുള്ള മറ്റൊരു സ്രോതസ്സില്ലാത്ത ആളുകൾക്ക് അവരുടെ കയ്യിലേക്ക് ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പം ഇവിടുന്ന് പലരും അവരുടെ ദുരിതാശ്വാസ നിധിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫോറം പൂരിപ്പിച്ച് കടലാസൊക്കെ ആക്കി, ഞങ്ങളുടെ ഓഫീസായതിൻ്റെ ഒരു സംവിധാനമുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് അതെല്ലാം റെഡിയാക്കി ഞങ്ങൾ ഇവിടുന്ന് അത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കും. CMDRFൻ്റെ ഓഫീസുണ്ട്. ഞാനിതിനിടെ അവിടെ പോയി. അവിടുത്തെ ഉദ്യോഗസ്ഥൻ ആദ്യം എന്നെ പറഞ്ഞു, നിങ്ങളുടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അയാളുടെ കൂടെ ഞാൻ വെച്ചത് എന്തിനാ ഫോട്ടോ എന്ന്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ വിവാദ പുരുഷൻ്റെ കൂടിയുള്ള ഫോട്ടോ ആണോ എന്ന് ചോദിച്ചു അയാളോട്. അയാൾ പറഞ്ഞു, അല്ല സാർ, നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷ ഞങ്ങൾക്ക് വരുന്നത്. ആ അപേക്ഷ ഏറ്റവും നന്നായി പ്രോസസ്സ് ചെയ്ത് വരുന്നിട്ടുള്ളൊരു അപേക്ഷയാണ്. ഞങ്ങൾക്കത് അധികം നോക്കേണ്ടി വരാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് പയ്യന്നൂർ. ആ ഒരു സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ അത് ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. അത് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയല്ല ഏറ്റവും വലിയ ഒരു കാര്യം. വിഷമിക്കുന്ന, വേദന തിന്നുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതിൽ കിട്ടുന്നത് തന്നെയാണ് സംതൃപ്തി. പിന്നെയുള്ളത് റോഡ്, ആശുപത്രി, സ്കൂള്, അതുപോലെ മറ്റു രീതിയിലുള്ള മുന്നേറ്റങ്ങൾ, ഇറിഗേഷൻ മേഖലയിൽ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 2008 കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ എരവം IT പാർക്ക്. വലിയ പ്രശ്നമായിരുന്നു. കാരണം IT ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത് തീരുമാനിച്ചു. 25 ഏക്കർ ഗവൺമെൻറ് കിട്ടിയാണ്. ഞങ്ങളത് എത്രയോ കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യം ഈ IT പാർക്ക് വ്യവസായ പാർക്കാക്കി മാറ്റിത്തരണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ കണ്ടു, വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ടു, വലിയ നിലയിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ വിളിച്ചു. ഒരു 5-6 തവണ വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ ഇരുന്ന് യോഗം നടത്തി, ഞങ്ങളെല്ലാവരും ചേർന്ന്. മുഖ്യമന്ത്രി 2 തവണ യോഗം വിളിച്ചു. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു, ഇന്ന ഡേറ്റിനുള്ളിൽ ഇത് വ്യവസായ പാർക്കാക്കി മാറ്റണം. അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള വളരെ മാതൃകാപരമായൊരു ശൈലിയുണ്ടല്ലോ, ഇന്ന തീയതിക്കുള്ളിൽ ഇത് മാറ്റിയിരിക്കണം എന്ന് കർശനമായിട്ട് നിലപാട് വന്നപ്പോൾ പിന്നെ ഉദ്യോഗസ്ഥന്മാർ അവർ അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു. വ്യവസായ പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നു. ആ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ ഇത് വാർത്തയൊക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മുമ്പിൽ 3-4 വ്യവസായ സംരംഭകർ വന്നു. പയ്യന്നൂരിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യവസായ സംരംഭകൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഫ്ലൈവുഡ് സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്ഥലം തന്നാൽ 200 ആൾക്ക് ഞാൻ ജോലി കൊടുക്കും. ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലീസിൽ നമുക്ക് കൊടുക്കാം. ഞാനിതിനിടെ അവിടെ പോയി. അതിൻ്റെ ഉള്ളിൽ ഈ IT-യുടെ കോടിക്കണക്കിന് സാധനങ്ങളാണ് അവിടെ ഈ കാലം മുഴുവനായിട്ട് ഡംപ് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ ഉപയോഗശൂന്യമായി. എന്നാലും ഒരു വലിയ നിലയിൽ യൂണിറ്റുകളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മൾ അത്ഭുതപ്പെട്ടു. നിങ്ങൾ പോയിരുന്ന് അത് ഷൂട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അത് കടത്തിക്കൊണ്ടുപോകാതിരിക്കാൻ അവിടുത്തെ നാട്ടുകാരുടെ കരുതൽ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മതിലിനൊക്കെ വലിയ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ആർക്കെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് കുറേയെല്ലാം കടത്തിക്കൊണ്ടുപോയതിന് ശേഷമാണ് ഇത് പറ്റില്ലല്ലോ എന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കുന്നത്.
അപ്പോൾ അവിടെ വ്യവസായ പാർക്ക് വരിക എന്ന് പറയുമ്പോൾ ആ നാടും പയ്യന്നൂരും അത്രമാത്രം ഡെവലപ്പാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഇനിയുള്ള പുതിയ വ്യവസായ സംരംഭങ്ങൾ അവിടെ കൊണ്ടുവരാനുള്ള കാര്യമാണ്. ഒരു 500 ആൾക്കോ 600 ആൾക്കോ പണി കൊടുക്കാനുള്ള ഒരു അപ്പാരൽ പാർക്ക് അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സംരംഭകൻ ഇവരുടെ ഞങ്ങളെ സമീപിച്ചു. പറഞ്ഞു ഈ കടലാസൊക്കെ പണി ആവുന്നതോടുകൂടി നിങ്ങൾക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ നമുക്കങ്ങനെ ഒരു കാര്യമായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ ഇല്ലാത്തൊരു പ്രദേശത്ത് അത് തുടങ്ങാൻ ഉള്ളൊരു വഴി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുപോലുള്ള വിവിധ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പയ്യന്നൂർ എന്ന് പറയുന്നത് ഒരുപാട് 2ാം പറന്തോളി എന്നാണ് പയ്യന്നൂരിനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ പയ്യന്നൂരിൽ മ്യൂസിയം, അതുപോലെ ഗാന്ധി പാർക്ക്, പിന്നെ നമ്മളെ ഉളിയത്തേടവ്, അപ്പോൾ ഇതൊക്കെ ചില സമയങ്ങളിൽ മുഴുവൻ ഒരുപാട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ ഒരു സംരക്ഷണം ഇല്ലാതെ കൊണ്ടുപോകുന്നൊരു രീതിയാണിപ്പോൾ. അപ്പോൾ അതൊക്കെ സംരക്ഷിച്ച് നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ 4.5 കോടി രൂപ വിനിയോഗിച്ച് ഉളിയത്ത് കടവ് ഉപ്പ് സത്യാഗ്രഹ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായി. അതിന് പാർക്കിങ്ങിന് കുറച്ച് സ്ഥലം വേണമായിരുന്നു. നമ്മളവിടെയുള്ള IST സ്കൂളിൻ്റെ ആളുകളോട് സമീപിച്ച് കുറച്ച് സ്ഥലം അതിനു കൂടി വാങ്ങിച്ച് ആ പണി പ്രായോഗികമായിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പയ്യന്നൂരിന് ആളുകൾക്ക് അതൊരു ചരിത്ര മ്യൂസിയം ആവണം, കുട്ടികൾക്ക് ആഹ്ലാദിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുന്നൊരു കേന്ദ്രമാവണം, കുടുംബങ്ങൾക്ക് അവരുടെ സമയങ്ങൾ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സന്തോഷത്തിൻ്റെ ഇടമായിട്ടത് മാറണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഉളിയത്ത് കടവിലെ ഉപ്പ് സത്യാഗ്രഹ സംവിധാനത്തെ മനോഹരമായ രീതിയിലുള്ള ഒന്നാക്കി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെയുള്ളൊരു കാര്യം ഗാന്ധി പാർക്കിൻ്റെ നവീകരണം ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഷേണായി ടൗൺ സ്ക്വയർ, അതിൽ സ്റ്റേജും ഒരു സ്ഥിരം പരിപാടികൾ നാടക പ്രവർത്തകരൊക്കെയുള്ള ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പയ്യന്നൂരിലൊരു സ്ഥിരം വേദി ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ലാണ്. അവിടെ മേക്കപ്പ് റൂം, മറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സ്റ്റേജും നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിലത് പൂർത്തിയാകും. അപ്പോൾ ടൗണിൻ്റെ ഹൃദയം എന്ന് പറയുന്നതിൽ ഇതുപോലൊരു സാംസ്കാരിക കേന്ദ്രമായിട്ടത് മാറാൻ വേണ്ടി പോവുകയാണ്. പോലീസ് മൈതാനം നവീകരിക്കുന്നതിന് നമ്മളൊരു പൈസ നീക്കി വെച്ചു, 1 കോടി രൂപ നീക്കി വെച്ചു. ഈ പോലീസും ഇതിൻ്റെ പ്രായോഗികതയും സംബന്ധിച്ചുള്ള കുറച്ച് പ്രശ്നങ്ങൾ, കാരണം അവരുടെ ഭൂമി അതിലെങ്ങനെ എടുക്കും, അതെന്തായിരിക്കും ഭാവി എന്നൊക്കെ ഉള്ളത്, അത് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ആഭ്യന്തര വകുപ്പായിട്ടൊക്കെ ബന്ധപ്പെട്ടു, പോലീസ് അധികാരികളായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളാ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുന്നില്ല, അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ്. പിന്നെയുള്ളത് ഗാന്ധി മ്യൂസിയം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കാരണം അപ്പുറത്ത് കോടതിയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേജൊക്കെ കെട്ടി ഒരു സ്ഥിരം വേദിയൊന്നും അവിടെ ഉണ്ടാക്കാനുള്ളൊരു പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് നന്നായിട്ട് അത് പോകുന്നുണ്ട്. കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ആനന്ദതീർത്ഥ ആശ്രമമാണ്. അവിടെ നമ്മളിപ്പോൾ ലൈറ്റ് സംവിധാനമൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി. എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഞങ്ങൾക്ക് ഒരു ഹൃദയബന്ധമുള്ളൊരു സ്ഥലം എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങളൊരു ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കേന്ദ്രമാണ്. അതുപോലെ പയ്യന്നൂർ പട്ടണത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ആ തോടും ഒക്കെ നിൽക്കുന്നൊരു സ്ഥലത്ത് ഒരു 2 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു നല്ല വിനോദ കേന്ദ്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റൊക്കെയായി അത് ടെൻഡർ നടപടികളിലേക്ക് നീങ്ങി. അതിൻ്റെ ഒരു കാഴ്ചന് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അത് ഇപ്പോൾ വരും. പിന്നെ നമ്മൾ ഈ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ വെൽനസ് സെൻ്റർ ഹാപ്പിനെസ് പാർക്കുകൾ ഉണ്ടാക്കി. എത്രയാണ് ആൾ വരുന്നത്! ഞാനിതിൻ്റെ മാത്തിൽ പോയപ്പോൾ ആളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇതിലൊക്കെ കളിക്കാനും. പ്രായമുള്ളവരും വരെ, രക്ഷിതാക്കൾ മാത്രം, കുട്ടികൾ വരുന്നു. കുട്ടികളൊപ്പം രക്ഷിതാക്കൾ കൂടി അവരുടെ ശാരീരിക വ്യായാമവും സന്തോഷത്തിനുള്ള കേന്ദ്രമായിട്ട് അതിനെ മാറ്റുന്നു. അതൊക്കെ വ്യാപകമാക്കുന്നത് അത്യാവശ്യമാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കായിക രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു താല്പര്യവും ആഗ്രഹവുമാണ്. ഇപ്പോൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൻ്റെ കാര്യങ്ങളായി അതിൻ്റെ പണി നടന്നു. കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കോട്ടയം അയ്മനത്താമറ്റം ഒരു സ്റ്റേഡിയം പണിയെടുക്കുമ്പോൾ അത് തകർന്നു പോകുന്നു. അതോടുകൂടി പയ്യന്നൂരിലെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഇതിൻ്റെ പൈലിങ്ങിൻ്റെ ഒക്കെ ഇത് നമ്മളതൊരു അങ്ങനെ ആണെന്നല്ലോ. നമ്മുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത് വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമല്ലേ. ഇപ്പോൾ അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. കുറച്ച് വൈകി
പരാതികൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും, സ്റ്റേഡിയം എന്തായി എന്നൊക്കെ ചോദിക്കുള്ളൂ. പക്ഷെ അതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡ് ഞങ്ങൾ കൂടി സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. മുനിസിപ്പാലിറ്റിയുടേതാണ്, ഞങ്ങളുടേതല്ലെങ്കിലും മുനിസിപ്പാലിറ്റി നമ്മളെല്ലാം ഒന്നല്ലേ. അതിൻ്റെ വർക്ക് വലിയ പരാതി എത്രയോ കാലമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിന് കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് പരിഹരിച്ച് ULCC-ക്കാരത് ഏറ്റെടുത്ത് അതിൻ്റെ പണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഇത് മുഴുവൻ പറയാൻ തുടങ്ങിയാൽ പിന്നെ മണിക്കൂറുകൾ വേണ്ടി വരും. ഞാനങ്ങനെ പറയുന്നില്ല. നാടിൻ്റെ ഈ പുതിയ കാലത്തിനനുസരിച്ച് സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തിയേറ്റർ കോംപ്ലക്സിൻ്റെ കാര്യം, തിയേറ്റർ കോംപ്ലക്സിന് കുറച്ച് 90% പണിയായി. ഏറ്റവും അവസാനം ഞാൻ തന്നെ പോയിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും KP-ക്കാരോടും പറഞ്ഞു, ഞാനിവിടെ സമരം കിടക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നമാക്കി. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി യോഗം ചേർന്നു. QB-യും സാംസ്കാരിക വകുപ്പും തമ്മിലുള്ള ചില ആശയവിനിമയങ്ങളുടെ കാര്യങ്ങളുണ്ട് അതിൽ. ഇപ്പോൾ അതിൻ്റെ സമ്പടാങ്ക് വരെയുള്ള പണി ഇപ്പോൾ പൂർത്തി, ഏറ്റവും അവസാനത്തത്. ഇനിയിപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ച് പ്രവർത്തനത്തിലേക്ക് പോകണം. അത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് പ്രായോഗികമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിൽ 4 തിയേറ്ററാണ്, ധാരാളം തിയേറ്റർ അവർ മുന്നോട്ടേക്ക് വന്നത്. പക്ഷേ 4 തിയേറ്ററാണ് പണി ഒരു 50-60% മുകളിലെത്തിയത്. അതിൽ 90% പണി പൂർത്തീകരിച്ച് നമ്മുടെ ഇതാണ് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ രാജേന്ദ്രൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ഷാജി കരുൺ ഇവിടെ 2-3 തവണ വന്നിട്ട് അദ്ദേഹം ചെയർമാനായിരിക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നീക്കി. ഇപ്പോൾ അത് ഏറെക്കുറെയായി. എന്നാലും ജനങ്ങൾക്ക് അത് ഒരു സിനിമ കാണിക്കുന്നൊരു കേന്ദ്രമായിട്ട് മാറുമ്പോഴല്ലേ അനുഭവത്തിൽ വരുള്ളൂ. വലിയ നല്ല വിമർശനത്തിന് വിധേയമാകുന്നൊരു കാര്യം കൂടിയാണ്. പക്ഷെ ഞങ്ങളതിൻ്റെ പിന്നാലെ ഉണ്ട്. ഒരു രീതിയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുറവുകൊണ്ടല്ല. കുറേയേറെ സാങ്കേതിക പ്രശ്നങ്ങൾ, പണത്തിൻ്റെ ലഭ്യത, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പാർക്കിംഗ് സൗകര്യത്തിൻ്റെ പര്യാപ്തത. അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? നമ്മളിപ്പോൾ ഒരു പാർക്കിംഗ് ഉണ്ട്, അത് പക്ഷേ ടൗണിൽ വരുന്ന ഒരാൾക്ക് തീർച്ചയായും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വണ്ടി വെച്ച് കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നല്ല പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് സൗകര്യത്തിൻ്റെ അപര്യാപ്തത എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? ഇപ്പോൾ നമ്മൾ ഇതിലൂടെ മുനിസിപ്പൽ പുതിയ ഭരണ നേതൃത്വം വന്നപ്പോൾ നമ്മളൊന്ന് കൂടിയിരിക്കാൻ തീരുമാനിച്ചു. സമയം കിട്ടാത്തതുകൊണ്ട് ആണത് കുറച്ച് വൈകിയത്. ഇന്ന് ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച് കുറേ കൂടി ശാസ്ത്രീയമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. മുനിസിപ്പൽ നേതൃത്വം അഡ്വക്കേറ്റ് സരി ശശി നയിക്കുന്ന മുനിസിപ്പൽ ഭരണസമിതി വലിയ താല്പര്യത്തോടു കൂടിയാണ്, എൻ്റെയും കൂടെ ഒരു സമയത്തിനാണ് അവരിപ്പോൾ കാത്തുനിൽക്കുന്നത്. ആ സമയം കണ്ടെത്തിയിട്ട് നമ്മളതിന് ഒരു സ്ഥിര സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തുകയാണ്. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാർക്കിംഗ്. ഇപ്പോൾ വന്നിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു പാർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഭൂമിയില്ല. ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ. ഉള്ളത് അവിടെയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു സംവിധാനം നേരത്തെ തന്നെ ആലോചിച്ചത്. ഇപ്പോൾ വന്നിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സ്വകാര്യ വ്യക്തികൾ അവരുടെ കയ്യിലുള്ള ഭൂമി പാർക്കിംഗ് സംവിധാനമായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയും. പിന്നെ ഓട്ടോറിക്ഷ, അവർ ഉപജീവനമല്ലേ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ നാടിമുണ്ട്, അവർ ജീവിതമാണ്. അവർ ഈ ടൗണിൽ വരുന്ന ആളുകളെ ആശ്രയിച്ചിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അവരിവിടെ നിന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. പണ്ട് ശീലിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി യാത്രക്കാർക്ക്, ഇവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണകരമാവുന്ന രീതിയിൽ എങ്ങനെ ഈ സംവിധാനത്തെ മാറ്റാം. അതാണ് നമ്മൾ ഈ ട്രാഫിക് ഒരു പുനഃക്രമീകരണം കൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. തൊഴിലാളികളൊക്കെ ആയിട്ട് അത് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വശത്തെ ഉപയോഗപ്പെടുത്തി പയ്യന്നൂരിൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ പയ്യന്നൂർ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കണ്ണി ചേർക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യ സമര പൈതൃക നഗരമായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടോ? അത് ഒരു നല്ല നിർദ്ദേശമാണ്. നമ്മൾ ഇനിയും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഗാന്ധി മ്യൂസിയം കേരളത്തിലെവിടെയില്ല, പയ്യന്നൂരാണ്. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു മ്യൂസിയം പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1910 ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടം, അത് തന്നെ ഒരു ചരിത്ര സ്മാരകമാണ്.
കേരളത്തിൽ എവിടെയുമില്ല ഒരു പോലീസ് സ്റ്റേഷൻ ലോക്കപ്പ് മുറി. എന്നോട് വളരെ പ്രസിദ്ധനായിട്ടുള്ള സംവിധായകൻ ജയരാജ്, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, ജയറാം നായകനായിട്ടുള്ളൊരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതെന്നോട് പറഞ്ഞു, സാർ നമുക്കൊരു ജയിലൊക്കെ ഷൂട്ട് ചെയ്യണം, ഒരു ലോക്കപ്പ് മുറി എവിടെയും കൊണ്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പയ്യന്നൂർ വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പയ്യന്നൂർ വന്നു. നമ്മൾ അവിടെ പോയി അത് നോക്കിയപ്പോൾ ആ ലോക്കപ്പ് മുറി എന്ന് പറയുന്നത് ഒരു പഴയ കാലത്തെ എങ്ങനെയായിരുന്നു, എത്രയോ ആളുകൾ കിടന്നിട്ടുള്ള മുറിയല്ലേ. അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു, ഇത് വേറെ എവിടെ ഇല്ലല്ലോ, ഇവിടെ മാത്രമാണല്ലോ ഇതിങ്ങനെയുള്ളത്, ഇത് ആരും കണ്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ആ സിനിമയിൽ അത് ഉപയോഗിച്ചു നന്നായിട്ട്. അപ്പോൾ അതൊരു വലിയ ചരിത്ര സ്മാരകമാണ്. പിന്നെ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതൊരു നവോത്ഥാന വീതിയാണ്. ഇവിടെ പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ സ്വാമി ആനന്ദ തീർത്ഥ ആശ്രമം വരെയുള്ള വഴി, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പൈതൃക നഗരത്തിൻ്റെ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ല നിർദ്ദേശമാണ്. ഏതായാലും അത് നമുക്ക് ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് ഒരു പുതിയ വികസന കാഴ്ചപ്പാടിൽ അത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇപ്പം ഒരുപാട് വികസന പ്രവർത്തനത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി വരുന്ന ഒരു ടേമും കൂടി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും പുതിയ നിർദ്ദേശങ്ങളോ അതുപോലെ പുതിയ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? പുതിയ എങ്ങനെയായിരിക്കണം നാളത്തെ പയ്യന്നൂർ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദഗ്ധന്മാരുമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല പദ്ധതി തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്നൊരു ഇടമായിട്ട് പയ്യന്നൂർ മാറണം. എല്ലാ മേഖലയിലും നമുക്ക് പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ചരിത്രത്തിൻ്റെ ആ വലിയ അനുഭവങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. കാരണം ഈ നാടിൻ്റെ വലിയ പൈതൃകമുണ്ടല്ലോ. ഇപ്പോൾ കരുവള്ളൂർ രക്തസാക്ഷി സ്മാരകം കരുവള്ളൂരാണ്. പക്ഷേ കരുവള്ളൂർ രക്തസാക്ഷികളുടെ അന്ത്യവിശ്രമ കേന്ദ്രം പയ്യന്നൂർ മൂരിക്കോവിലാണ്. നഗരസഭ തന്നെ പ്രഖ്യാപിച്ചു അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നലെയുടെ പയ്യന്നൂർ, നാളത്തെ പയ്യന്നൂർ, അതിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് പൈതൃക നഗരം വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. നമുക്കത് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാനതിന് മുഴുവൻ കാര്യങ്ങൾ ഇപ്പോൾ പറയല്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ എല്ലാവരെയും, വികസന തൽപരരായിട്ടുള്ള എല്ലാവരെയും, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോവുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ദേശീയ വോളിബോൾ ടീമിലൊക്കെ കളിക്കുന്ന വോളിബോൾ താരങ്ങളെന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പയ്യന്നൂർക്കാരാണ്. ഞങ്ങൾ ഈ കോറോ വില്ലയിൽ മാത്രം 3 ഇൻഡോർ കോർട്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായി. ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ജോബി ജോസഫ്. ഇപ്പോൾ ട്രീസ ജോയി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ട്രീസക്ക് ജോലി കൊടുത്തു. ഞാൻ വിളിക്കുമ്പോൾ അവർ UK-യിലാണ്, ഒരു ടൂർണമെൻറ്റിൻ്റെ ഇതിലാണ്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലയെയും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പയ്യന്നൂർ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഒരു കരിയർ ഗൈഡൻസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി IAS അതുപോലെയുള്ള കാര്യങ്ങൾ, സിവിൽ സർവീസിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രം. അപ്പോൾ നമ്മളിപ്പം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. അപ്പോൾ പയ്യന്നൂർ സ്ഥാനാർത്ഥി ആരായിരിക്കും? അത് പയ്യന്നൂർ സീറ്റ് CPIM-ൻ്റെ സീറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പയ്യന്നൂരിനെ CPM-ൻ്റെ കാൻഡിഡേറ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ വരിക. അത് തീരുമാനിക്കുന്നത് പാർട്ടി സംവിധാനം വഴിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അന്ന് നിങ്ങൾ ആരായിരിക്കും പയ്യന്നൂരിൻ്റെ മത്സര രംഗത്തുള്ള ആൾ എന്നുള്ള വിവരം നിങ്ങൾക്ക് കിട്ടും. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പിന്തുണയും സഹായവും നൽകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഇപ്പോൾ നൽകാറുള്ളത്. ആരായാലും X or Y അവർ പയ്യന്നൂരിൻ്റെ പാരമ്പര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നിലയിൽ നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും, വിമർശനങ്ങൾ മാത്രം പോരല്ലോ, എല്ലാം ചേർന്നിട്ടുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ സ്വീകരിക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണയൊക്കെ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന.